കേരളം രൂപീകൃതമായതു മുതൽ ഇതുവരെ ഇടതുപക്ഷത്തോട് മാത്രം ചേർന്ന് നിന്ന മണ്ഡലം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് സി ടൈംസ് ഇലക്ഷൻ പൾസ് റൈഡ് എത്തിയിരിക്കുന്നത്. വി.ആർ. കൃഷ്ണയ്യർ, ഇ.കെ. നായനാർ, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങി പ്രമുഖരെ നിയമസഭയിലേക്ക് അയച്ച മണ്ഡലമാണ് തലശ്ശേരി. കോടിയേരി ബാലകൃഷ്ണൻ 5 തവണയാണ് തലശ്ശേരിയിൽ നിന്ന് നിയമസഭയിലെത്തിയത്. കഴിഞ്ഞ തവണ ഇപ്പോൾ സ്പീക്കറായ എൻ ഷംസീർ 36,801 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിലേക്ക് ജയിച്ചു കയറിയത്. ഇപ്രാവശ്യം എന്തായിരിക്കും തലശ്ശേരിയുടെ ജനവിധി? ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കേ മലബാറിന്റെ തലസ്ഥാനം എന്ന പെരുമ കൂടിയുണ്ട് തലശ്ശേരിക്ക്. 3 സീകളുടെ നഗരം എന്നാണ് തലശ്ശേരി അറിയപ്പെടുന്നത്. കേക്കിന്റെ, സർക്കസിന്റെ ഒപ്പം ക്രിക്കറ്റിന്റെ. കേരളത്തിലെ ആദ്യത്തെ ബേക്കറി അത് തലശ്ശേരിയിലായിരുന്നുവെന്നാണ് ചരിത്രരേഖകൾ കാണിക്കുന്നത്. അങ്ങനെ ഒരുപാട് കഥകൾ തലശ്ശേരിക്ക് പറയാനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് തലശ്ശേരിക്ക് പറയാനുള്ള വിശേഷങ്ങൾ എന്നാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നേരെ വോട്ടർമാരിലേക്ക്. തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അട്ടിമറിക്ക് ഒരു സാധ്യതയില്ല. കാരണം സിറ്റിംഗ് സീറ്റിൽ ഷംസീർ തന്നെ മത്സരിക്കണം എന്നാണ് നമ്മളെ അഭിപ്രായം. കൂടുതൽ വോട്ടുകൾ നേടി പുള്ളി തന്നെ ജയിക്കും. അതാണ് അതെ അതെ. തലശ്ശേരി മണ്ഡലത്തിൽ എന്താ സാഹചര്യം? LDF ഭൂരിപക്ഷം കൂടോ കുറയോ, അല്ലെങ്കിൽ ഒരു അട്ടിമറി ഉണ്ടാവോ? അതേപ്പറ്റിയൊന്നും പറയാൻ ഞാൻ ആളല്ല. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് വെച്ചാല് ഭരണം മാറി വരണം, എന്നാലേ ജനാധിപത്യം നിലനിർത്തൂ. അതുകൊണ്ട് മാറി വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഭരണത്തെ പറ്റി എന്താ അഭിപ്രായം? അതായത് 10 വർഷം ഭരിച്ചത് കൊണ്ട് മാറി വരട്ടെ എന്നാണോ? മാറി വരണം, എന്നാലേ മാറ്റങ്ങൾ ഉണ്ടാവൂലൂ. ഒരാൾ തന്നെ കാലാകാലം ഭരിച്ചു കഴിഞ്ഞാൽ ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഉണ്ടാവൂല.